ഓണവസന്തം 2021 താലൂക്ക് തല മത്സര പരിപാടികൾ അവസാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഓരോ പരിപാടിയുടെയും വിധികർത്താക്കളിൽ നിന്ന് വിജയികളുടെ പേരുവിവരം ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അതിവിടെ പ്രഖ്യാപിക്കുകയാണ്. ഓരോ മത്സരവും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലാണ് ഈ മത്സരങ്ങൾ എന്ന് വിധികർത്താക്കൾ അറിയിച്ചിട്ടുണ്ട്. വളരെ നല്ല ഒന്നിനൊന്ന് മെച്ചപ്പെട്ട മത്സരങ്ങളായിരുന്നു എല്ലാ മത്സരങ്ങളും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഓരോന്നിൻ്റെയും വിജയികളുടെ പേരിവിടെ അറിയിക്കുകയാണ്. ഒന്നാമതായി നാടോടി നൃത്തമാണ്. നാടോടി നൃത്തം ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ശ്രീതു അനീഷ്, പാട്യം ഗോപാലൻ സ്മാരക വായനശാല ചക്കരക്കൽ മേഖല, കടമ്പൂർ നേതൃസമിതിയാണ്. രണ്ടാം സ്ഥാനം സിയ സനീഷ്, കർഷക വായനശാല കണ്ണവരം കല്യാശ്ശേരി മേഖല, കണ്ണവരം നേതൃസമിതി. കവിതാലാപന മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് കൃഷ്ണപ്രിയ PK, EMS വായനശാല തൃക്കോത്ത്. രണ്ടാം സ്ഥാനം 2 പേർ പങ്കിട്ടിട്ടുണ്ട്. ഒന്ന് ശിവപ്രിയ PV, ദേശസേവിനി വായനശാല കടമ്പൂർ ചക്കരക്കല്ല് മേഖല, കടമ്പൂർ നേതൃസമിതി. നന്ദ K, പൊതുജന വായനശാല മുണ്ടയോട് പെർലശ്ശേരി നേതൃസമിതി ചക്കരക്കൽ മേഖല. മൂന്നാം സ്ഥാനം അനിത മഹേഷ്, ജനീയ വായനശാല കവണിശ്ശേരി കല്യാശ്ശേരി മേഖല, ചെറുകുന്ന് നേതൃസമിതി. അടുത്തതായി കവിതാ രചനാ മത്സരമാണ്. കവിതാ രചനാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് മൃദുല VM, ദേശപോഷിണി വായനശാല എടക്കാട് കണ്ണൂർ മേഖല, എടക്കാട് നേതൃസമിതി. രണ്ടാം സ്ഥാനം ബീന T, AKG വായനശാല 3 പെരിയ ചക്കരക്കൽ മേഖല, പെർലശ്ശേരി നേതൃസമിതി. കഥാപ്രസംഗം മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ആഗ്നസ് സുരേഷ്, കൃഷ്ണപിള്ള സ്മാരക വായനശാല മാങ്ങാട് കല്യാശ്ശേരി മേഖല, കല്യാശ്ശേരി നേതൃസമിതി. രണ്ടാം സ്ഥാനം ദേവനന്ദ സനിൽ, ഗാന്ധി സ്മാരക വായനശാല KCKN ലൈബ്രറി കാവിൻമൂല ചക്കരക്കൽ മേഖല, അഞ്ചരക്കണ്ടി നേതൃസമിതി. മൂന്നാം സ്ഥാനം ഷാലിമ, ശ്രീനാരായണ വായനശാല കണ്ണോത്തഞ്ചാൽ കണ്ണൂർ നേതൃസമിതി, കണ്ണൂർ മേഖല. അടുത്തതായി നാടൻപാട്ടിൻ്റെ വിധിയാണ്. നാടൻപാട്ടിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ഐശ്വര്യ ആൻഡ് പാർട്ടി, വിജ്ഞാന പോഷിണി ഗ്രന്ഥശാല കീഴറ കല്യാശ്ശേരി മേഖല, കണ്ണവരം നേതൃസമിതി. രണ്ടാം സ്ഥാനം ഗീതിക ആൻഡ് പാർട്ടി, നെസ്റ്റ് ലൈബ്രറി ഇരുവേരി ചെമ്പിലോട് നേതൃസമിതി, അഞ്ചരക്കണ്ടി മേഖല. ശബ്ദനാടക മത്സരം 4 എണ്ണമാണ് ഇവിടെ മേഖലയിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നാടകമായിരുന്നു. പക്ഷേ ശബ്ദനാടകം എന്നുള്ള രീതിയിൽ വരുമ്പോൾ വിധികർത്താക്കൾ ആ ശബ്ദത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വിധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ചേലോറ നേതൃസമിതിയുടെ രാഘവേട്ടൻ്റെ റേഡിയോ എന്ന നാടകമാണ്. രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് ആത്മാവിൻ്റെ സങ്കടങ്ങൾ ചക്കരക്കൽ മേഖലയിലെ ചെമ്പിലോട് നേതൃസമിതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ 2 നാടകവും അവർക്ക് പ്രോത്സാഹന സമ്മാനം നൽകണമെന്നാണ് വിധികർത്താക്കൾ നൽകിയിട്ടുള്ളത്. എടക്കാട് മേഖല പങ്കെടുത്ത സർവം സഖ എന്ന നാടകവും അതുപോലെ ചെറുക്കൽ മേഖലയിൽ നിന്ന് പങ്കെടുത്ത നാറാത്ത് നേതൃസമിതിയുടെ പ്രതിധ്വനി എന്ന നാടകവുമാണ് അവർക്ക് 2 പേർക്കും പ്രോത്സാഹന സമ്മാനം നൽകണമെന്നാണ് വിധികർത്താക്കൾ പറഞ്ഞിട്ടുള്ളത്. അതാണ്. അടുത്തതായി മാപ്പിളപ്പാട്ട് മത്സരമാണ്. മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ശിവനന്ദ TK, CH രാമൻഗുരുക്കൾ സ്മാരക വായനശാല കൊഴിമ്പാലോട് മെട്ട ചക്കരക്കൽ മേഖല, അഞ്ചരക്കണ്ടി നേതൃസമിതി.
രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് വൈഷ്ണവി ഇ, നേതാജി വായനശാല ചുണ്ട, കല്യാശ്ശേരി മേഖല, കണ്ണപുരം നേതൃസമിതി. മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് സാരംഗ പ്രദീപ്, യുവക്ക് വായനശാല ഇരുവേരി, ചക്കരക്കൽ മേഖല, ചെമ്പിലോട് നേതൃസമിതി. അവസാനമായി പൂക്കള മത്സരമാണ്. പൂക്കള മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ജസ്ന പ്രദീപ്, ശ്രീനാരായണ ഗുരു സ്മാരക സംഗീത സമിതി വായനശാല തോട്ടട. രണ്ടാം സ്ഥാനം 2 പേർ പങ്കിട്ടിട്ടുണ്ട്. ജിതേഷ് ടി കെ, ദേശസേവനി വായനശാല കടമ്പൂർ, ചക്കരക്കൽ മേഖല. രണ്ടാമതായി ചെറുകുന്ന് നേതൃസമിതിയാണ്. അതുപോലെ മൂന്നാം സ്ഥാനത്തിന് 3 പേർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പാപ്പിനിശ്ശേരി നേതൃസമിതിയിൽ നിന്നും പങ്കെടുത്ത പൂക്കളം, കണ്ണപുരം നേതൃസമിതിയിൽ നിന്നും പങ്കെടുത്ത പൂക്കളം, കല്യാശ്ശേരി നേതൃസമിതിയിൽ നിന്നും പങ്കെടുത്ത 3 പൂക്കളം. ഈ 3 നേതൃസമിതിയുടേതും 3-ാം സ്ഥാനം പങ്കിട്ടിരിക്കുകയാണ്. ഇതാണ് വിധി എന്നുള്ള രൂപത്തിൽ. ഇതിൻ്റെ വിധികർത്താക്കൾ പ്രത്യേകം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും നന്ദി. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, കണ്ണൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ വായനശാലകളിലെ കവിതയുമായി ബന്ധപ്പെട്ട് പലരും കവിതാലാപനം നടത്തി. 17 മത്സരാർത്ഥികളാണ് കവിത ചൊല്ലിയത്. കവിത ചൊല്ലുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ, കവി സഞ്ചരിച്ച കാവ്യ വഴികളെ ഭാവപ്രധാനമായി മിതമായ ഈണത്തിൽ സമയബന്ധിതമായി അനുഭൂതി സാന്ദ്രമായി ഓർമ്മയിൽ നിന്നും എടുത്ത് ആലപിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൂല്യനിർണയോപാധി എന്ന് പറയുന്നത് ഒന്ന് മനഃപ്പാഠമാണ്, മറ്റൊന്ന് അക്ഷരസ്ഫുടതയാണ്, മറ്റൊന്ന് മിതമായ ഈണമാണ്. ഞാൻ അടിവരയിടുന്നു, മിതമായ ഈണം. ഭാവ സ്ഫുടമായിട്ട് മിതമായ ഈണത്തിൽ അക്ഷരസ്ഫുടതയോടെ മനഃപ്പാഠമായിട്ട് അനുഭൂതി സാന്ദ്രമായി കവിത ചൊല്ലുക എന്നതാണ് മത്സരാർത്ഥികളുടെ നിയോഗം. എന്നാൽ അമിതമായ സംഗീതത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ചില വാക്കുകൾ വല്ലാതെ നീട്ടിപ്പോകുന്നു എന്നതാണ് ഇവിടെ ചൊല്ലിയ 17 മത്സരാർത്ഥികളിൽ മഹാഭൂരിപക്ഷവും വന്നത് എന്നത് ഒന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ പലരും കവിത ചൊല്ലിയത് സംസ്ഥാന കലോത്സവത്തിൽ ആലപിക്കപ്പെട്ട കവിതയുടെ ഈണം അതേപടി സ്വീകരിച്ചുകൊണ്ട് ചൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെ ചൊല്ലുമ്പോൾ കവിത ചൊല്ലുക എന്നതിനപ്പുറത്ത് ഒരു ഗാനശൈലിയിലേക്കാണ് അത് പോകുന്നത്. അതുകൊണ്ട് കവിത ചൊല്ലുമ്പോൾ അതിൻ്റെ വൈകാരികത, അതിൻ്റെ ഭാവ സമ്പൂർണത, ഇതൊക്കെ ചൊല്ലുമ്പോൾ നമുക്ക് അനുഭവപ്പെടണം ശ്രോതാക്കൾക്ക്. കവി സഞ്ചരിച്ച വഴികളിലൂടെ ശ്രോതാക്കൾക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുന്ന വിധത്തിലായിരിക്കണം കവിത ആലപിക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ നെക്കൻ നെക്കായിട്ടാണ് പലരും ഉള്ളത്. ഇതിൽ 17 പേർ കവിത ആലപിച്ചത്. 1-ാം സ്ഥാനത്തിന് അർഹമായിട്ടുള്ളത് കോഡ് നമ്പർ 602 ആണ്. 80 മാർക്കാണ് നൽകിയിട്ടുള്ളത്. കോഡ് നമ്പർ 602. 2-ാം സ്ഥാനം 2 പേരാണുള്ളത്. കോഡ് നമ്പർ 616, കോഡ് നമ്പർ 617. 3-ാം സ്ഥാനത്തിന് 601 അർഹമായിട്ടുള്ളത്. ഏതായാലും നല്ല രീതിയിൽ കവിത ആലപിച്ച എല്ലാവരെയും ഒപ്പം വിജയികളെയും അഭിനന്ദിക്കുകയാണ്. നമസ്കാരം. ശ്രീ അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജ.
ആദിരാവിൻ്റെ അനാദി പ്രകൃതിയിൽ ആരംഭമിട്ടോരസംസ്കൃത ചിന്തയിൽ നീറിയുറഞ്ഞു മുടഞ്ഞു മുരുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും സനാതന കാലമതിൻ്റെ ചെതുമ്പലെരിഞ്ഞൊരു നാളമുയർന്നു തെളിഞ്ഞതാണഗ്നി. സൂര്യചക്രത്തിലൊതുങ്ങി വിളങ്ങിയ വീരരസത്തെ പകർന്നു കൊടുക്കയാൽ തൻ കരൾ കൊത്തി വിഴുങ്ങുവാനെത്തുന്ന വൻ കഴുകന്റെ ചിറകടിയേൽക്കിലും ഞെട്ടാതദമ്യമായി തൽസിരാചക്രത്തിൽ അദ്ഭുതവീര്യമായി നിന്നതാണഗ്നി. പഞ്ചേന്ദ്രിയങ്ങളറുത്തു ഹോമിച്ചതാം വഞ്ചിതാജ്വാലതൻ ഗ്രീഷ്മാന്തരത്തിലും നന്മയും തിന്മയും സ്നേഹമോഹങ്ങളും ഒന്നായുറയുന്ന മഞ്ഞുകാലത്തിലും വൻ തപം ചെയ്തമരത്വം ലഭിക്കുന്ന സഞ്ചിത പുണ്യപരിപാകമഗ്നി. എന്നയലത്തെ പടിപ്പുര കാത്തിടുമെന്ന വിളക്കിൻ തിരിയുടെ നാമ്പിലായി മഞ്ഞിൻ കുളിർമയും ഓർമ്മതൻ തുമ്പിലെ മന്ദസ്മിതവുമായി നിൽക്കും വെളിച്ചമേ, ആ വെളിച്ചത്തിൻ്റെ നേരിയ സൗഹൃദ മാധുരിയൂറി വരുന്നതുമഗ്നി. കണ്ണുനീർ ദീർഘനിശ്വാസമായി മാറ്റിയും കാളമേഘത്തെ കടലാക്കി മാറ്റിയും കല്ലും മലകളും കല്ലോലമാക്കിയും കാലപ്രവാഹ കളഗീതി പാടിയും ഉദ്രസമാസ്മര വിദ്യുല്ലധിക പോൽ കത്തി നിൽക്കുന്ന മഹാശക്തിയാണു നീ, കത്തി നിൽക്കുന്ന മഹാശക്തിയാണു നീ. പണ്ടുകാലത്തു മറന്നിട്ടു പോന്നൊരു സംഹാര രാക്ഷസ ശക്തിശാപങ്ങളെ ഒന്നിച്ചു കൂട്ടി ജ്വലിപ്പിച്ചു മാനവ ജന്മത്തിനുഗ്രവിപത്തായി വരുന്നു നീ, കണ്ണിമയ്ക്കുന്നു നീ. മുൻപിലെ വിശ്വങ്ങൾ വെണ്ണീറിടുമണുസ്ഫോടനമായിടാം. നാടോടിനൃത്തം 17 കുട്ടികളാണ് അവതരിപ്പിച്ചത്. അതിൽ എല്ലാവരും നന്നായി കളിച്ചു. നല്ല കുട്ടികളായിട്ട് എല്ലാവരും കളിച്ചു. ഒന്നിനൊന്നിനും മെച്ചം. എങ്കിലും ഓരോന്നോരോ വ്യത്യാസത്തിൽ കളിച്ചതുകൊണ്ട് ആദ്യത്തെ കുട്ടി മകരക്കൊയ്ത്ത് വന്നല്ലോ എന്ന ഡാൻസാണ് ഒരു കുട്ടി കളിച്ചത്. ആ കുട്ടിക്കാണ് ഫസ്റ്റ് 117, കോഡ് നമ്പർ 117. അതുപോലെ തന്നെ രണ്ടാം സ്ഥാനക്കാരിയും നന്നായി കളിച്ചു. കതിര് കൊയ്യും പാടത്ത് അത് കുട്ടി നന്നായി കളിച്ചു. നല്ല മോളായിട്ട് കളിച്ചിന്. ആ കുട്ടിക്ക് സെക്കൻഡ്, കോഡ് നമ്പർ 102. പിന്നെ നന്നായി കളിച്ചത് കോഡ് നമ്പർ 105. ആ കുട്ടി അങ്ങനെ നന്നായി കളിച്ചു. ഇവർ 105-ന് തേർഡ് എ ഗ്രേഡ്. 3 എ ഗ്രേഡാണ്. പക്ഷേ നന്നായി കളിച്ചു. നല്ല മക്കളായിട്ട് 3 പേരും കളിച്ചു. അതിലുപരിയായി മറ്റവരും നന്നായി കളിച്ചു. പക്ഷേ ഓരോ സ്റ്റെപ്പിൻ്റെ വ്യത്യാസവും മുഖഭാവം എല്ലാം. പിന്നെ അതുമല്ല താളം നോക്കും. ഒരു കുട്ടി ഒരു പാട്ടെടുത്താൽ അതിന് താളവും മേളവും ലയും എല്ലാം വരണം. അങ്ങനെയുള്ള കുട്ടിയൊക്കെയാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡും കൊടുക്കുക. ഈ പറഞ്ഞ കുട്ടിക്ക് ഇതെല്ലാം ഉണ്ട്. നല്ല ഫസ്റ്റ് കളിച്ച കുട്ടി നന്നായി ചെയ്തു. നല്ല മോളായിന് അവള്. മകരക്കൊയ്ത്തു വന്നല്ലോ മലഞ്ചെരുവിലെ മംഗമാർക്കിന്നുത്സവമല്ലോ.
വൈകാതെ ഒരു നേരം കഞ്ഞിക്ക് പകരം നീ ഞങ്ങളെ കാക്കേണമേ. ഒരു നേരമല്ല പല നേരമുണ്ണാൻ ഒരുപാട് വരതല്ല് നൽകിയില്ലേ, ഒരുപാട് വരതല്ല് നൽകിയില്ലേ. ഒരു കാര്യം നാം കൽപ്പിച്ചിടാം, ഒരു രാവിൽ മാരനെ വിട്ടുറങ്ങ്, ഒരു രാവിൽ എന്നോട് ചേർന്നുറങ്ങ്. പാവങ്ങളാണേലും പട്ടിണിയാണേലും പരിശുദ്ധരാണീ ഞങ്ങളെന്നും. ഒരു നേരമില്ലേലും ജീവിച്ചു പോകട്ടെ, നെറികേടു ചൊല്ലല്ലേ തമ്പുരാനേ, നെറികേടു ചൊല്ലല്ലേ തമ്പുരാനേ. ഇരവേറെ ചെന്നപ്പോൾ ഒരു പാളത്തൊപ്പിയിൽ കുന്നെല്ലുമായിട്ടു വന്നുമാരൻ. കുറുനിറമാറ്റിയൻ കാതിൽ ചൊല്ലി ജന്മിയെ കയ്യേറി നെല്ലു കവർന്നു. ഒരു പിടിക്കഞ്ഞി ഞാൻ കോരിയൊഴിക്കുമ്പോൾ പടികടന്നു വന്നു പോലീസും തമ്പ്രാനും. ഭക്തിയുടുപ്പിട്ട പോലീസ് ചെന്നായ്ക്കൾ കൊക്കിന്റെ പട്ടയാൽ തല്ലിച്ചതച്ചു. കൊല്ലല്ലേ മാനെ, ഒരു നേരം കഞ്ഞിക്ക് വകയില്ലാതടിയങ്ങൾ ചെയ്തതാണേ. പിന്നെയും തല്ലുവാൻ തോക്കുയർത്തുമ്പോൾ പിന്നെ ഞാനൊന്നും ചിന്തിച്ചില്ല. ഇറയിൽ നിന്നും അരിവാളെടുത്തു ഞാൻ പെട്ടെന്ന് വെട്ടിയ ചെന്നായേ. ചൊല്ലുമോ കൂട്ടരെ, ചൊല്ലുമോ നിങ്ങളീ ചിരുതൻ പാതകമന്യായമോ. ചൊല്ലുമോ കൂട്ടരെ, ചൊല്ലുമോ നിങ്ങളീ ചിരുതൻ പാതകമന്യായമോ. ചിരുതൻ പാതകമന്യായമോ, ചിരുതൻ പാതകമന്യായമോ, ചിരുതൻ പാതകമന്യായമോ, ചിരുതൻ പാതകമന്യായമോ, ചിരുതൻ പാതകമന്യായമോ. ശബ്ദ നാടക വിധികർത്താക്കളുടെ ആവശ്യപ്രകാരം അവരുടെ വാക്കുകൾ ഇവിടെ ഉൾക്കൊള്ളിക്കുന്നു. പ്രമേയം കൊണ്ടും ആവിഷ്കാരം കൊണ്ടും താരതമ്യേന മികവ് പുലർത്തിയ 4 നാടകങ്ങളാണ് മത്സരത്തിനായി എത്തപ്പെട്ടത്. അതിൽ വൈദഗ്ധ്യവും വാർദ്ധക്യവും കൊണ്ട് തുരുത്തിൽ അകപ്പെട്ടു പോയ ഒരു സ്ത്രീ ജീവിതത്തെ ഹൃദ്യമായ ഒരു സമസ്യ കൊണ്ട് അവതരിപ്പിച്ച രാഘവേട്ടൻ്റെ റേഡിയോ എന്ന നാടകം 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. പ്രമേയം കൊണ്ട് ഇത്തിരി പിന്നോക്കമെങ്കിലും ശബ്ദമിശ്രണവും അവതരണവും കൊണ്ട് 2-ാം സ്ഥാനത്തിന് അർഹത ആത്മാവിൻ്റെ സങ്കടങ്ങൾക്കാണ്. സമകാലിക പ്രസക്തിയുള്ള വിഷയം അല്പം ഗൗരവത്തോടെയും സർഗാത്മകമായും ഉപയോഗിക്കുന്നതിൽ വന്ന പോരായ്മ യഥാക്രമം 3-ാം സ്ഥാനത്ത് പ്രതിധ്വനിയും 4-ാം സ്ഥാനത്ത് സർവം സഹയും പ്രോത്സാഹന സമ്മാനത്തിന് അർഹത നേടുന്നു. നാടകം രാഘവേട്ടന്റെ റേഡിയോ. ഓ എൻ്റെ മനുഷ്യ, നിങ്ങൾ ഇതിൻ്റെ ഒച്ചയൊന്ന് കുറക്ക്. രാവിലെയായോ തുടങ്ങും. മനുഷ്യർക്ക് ചെവി തല ഉണ്ടാവില്ല. സംഗീതബോധമില്ലാത്ത കഴുത, നിന്നോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക്
പാട്ട് നല്ല ശബ്ദത്തിൽ കേൾക്കണം. എന്നാലേ പുറത്തൊരു മൈക്ക് കെട്ടിത്തൂക്ക്. എന്നാ പിന്നെ നാട്ടുകാർക്ക് മൊത്തം നല്ല ഉച്ചത്തെ പാട്ട് കേൾക്കാം. എടേ, സംഗീതം എന്താണെന്ന് അറിയാത്ത നിന്നോട് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ എന്നോട് മിണ്ടണ്ട. ആ, നിങ്ങൾ എന്നോടും മിണ്ടണ്ട. ആ, പിണക്കം തീർന്ന പൂങ്കുയിലുകൾ ഇണങ്ങിയ കൂട്ടിനുള്ളിൽ നിന്നും മുഴങ്ങും വേണുഗാന സുധ പോലെ ഞാൻ പ്രണയഗാനമൊന്നു പാടാം. മുഴങ്ങും വേണുഗാന സുധ പോലെ ഞാൻ പ്രണയഗാനമൊന്നു പാടാം. തെളിഞ്ഞു പ്രേമയമുന കഴിഞ്ഞു മേഘവർഷം. ആരാത് വിളിക്കുന്നേ? ഓ, മെമ്പറാണോ? വാ വാ, കേറിയിരിക്കേ. ഇരിക്കാനൊന്നും നേരമില്ല. അല്ല, രാഘവേട്ടനുമായി രാവിലെ തന്നെ വഴക്ക് തുടങ്ങിയോ? ഓ, അത് സ്ഥിരമുള്ളതല്ലേ. എനിക്ക് ഉച്ചത്ത് പാട്ട് വെക്കുന്നതേ ഇഷ്ടമല്ല. ചെവിക്കല്ല് പൊട്ടും പോലെ തോന്നും. അങ്ങേരാണെങ്കിൽ ഒച്ച കുറക്കുമില്ല. ഇത് കുറച്ച് കഴിഞ്ഞാൽ മാറും. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അങ്ങേരെ ഒച്ച കുറച്ച് വെക്കും. അങ്ങേരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒച്ച കൂട്ടിയും വെക്കും. മേഡ് ഫോർ ഈച്ച് അതർ. എന്തോന്നേ? ഒന്നുമില്ല, നല്ല പൊരുത്തുള്ള ദമ്പതിമാരെന്ന് പറഞ്ഞതാ. ഓ, അങ്ങനെ. പിന്നെ ഞാൻ വന്നത് ചേച്ചിക്ക് ഇനി മുതൽ പെൻഷൻ വീട്ടിൽ കൊണ്ടുവന്ന് തരും. വെറുതെ ബാങ്കിൽ പോയി കഷ്ടപ്പെടണ്ടല്ലോ. അതിനെ ചേച്ചി ഈ പേപ്പറിലൊക്കെ ഒന്ന് ഒപ്പിട്ട് തരണം. അതെയോ? അതേതായാലും നന്നായി. എവിടെയാ ഒപ്പിടേണ്ടത്? ദാ ഇവിടെ. ആ ആ ആ ആ മതി മതി. ആ, എന്നാ പിന്നെ രമണേച്ചി എല്ലാം പറഞ്ഞ പോലെ ഞാനങ്ങിറങ്ങാണേ. ഓ, ആയിക്കോട്ടെ. എടേ, നിനക്ക് ഓർമ്മയുണ്ടോ? എന്ത്? പണ്ട് നീ അമ്പലത്തിൽ പോയി വരുന്ന വഴിക്ക് വെച്ച് ഞാൻ ആദ്യമായി എഴുത്തു തന്നത്. അന്നും എന്റെ കയ്യില് ഈ കുഞ്ഞൻ പാട്ടുപെട്ടി ഉണ്ടായിരുന്നു. പണ്ട് മാളികയിൽ താമസിച്ചിരുന്ന സായിപ്പിന്റെ ഇളയ കുട്ടി ഒഴുക്കിൽപ്പെട്ടപ്പോ മുമ്പും പിമ്പും നോക്കാതെ ചാടി രക്ഷപ്പെടുത്തി. അതിന് പ്രത്യുപകാരമായി തന്നതാ ഈ പാട്ടുപെട്ടി. ഇന്നും ഇവനൊരു വിറയൽ പോലുമില്ല. നന്നായി പാടുന്നു. പണ്ട് നിനക്ക് ഒരുപാട് ഇഷ്ടായിരുന്നു ഇവനെ. എനിക്കിപ്പോഴും ഇഷ്ടാണ് ഒരുപാട്. ആരെ? രണ്ടുപേരെയും. ആ, ദിനേശനോ? എന്തൊക്കെയുണ്ട് ദിനേശ ജോലിയൊക്കെ? ആളുകളെയും സ്ഥലവും ഒക്കെ പരിചയമായോ നിനക്ക്? ഏറെക്കുറെ. പോസ്റ്റ്മാനായിട്ട് ഇവിടെ വന്നിട്ടിപ്പോൾ ഒരാഴ്ചയല്ലേ ആയുള്ളൂ. ഓരോ ആൾക്കാരെയും പരിചയപ്പെട്ടു വരുന്നു. അതൊക്കെ 1-2 ദിവസം കൊണ്ട് ശരിയാവുള്ളൂ. ഇതൊരു കുഞ്ഞു നാടല്ലേ. പിന്നെ മെമ്പർക്കൊരു കത്തുണ്ടായിരുന്നു. ഞാൻ ഓഫീസിൽ ചെന്നപ്പോൾ പറഞ്ഞു ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെന്ന്. ആ, ഞാൻ നമ്മുടെ രമണിയടുത്തേ കാണേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഏത്? ആ ഉച്ചത്തിൽ പാട്ട് വെക്കുന്ന? ആ, അത് തന്നെ. അല്ല, അവരെക്കുറിച്ച് ആളുകൾ എന്തൊക്കെയോ പറയുന്ന കേട്ടല്ലോ. ഒറ്റയ്ക്ക് സംസാരിക്കുകയും മറ്റും. സുഖമില്ലാത്തൊരു സ്ത്രീയാണല്ലേ? രമണിയടത്തേക്ക് അസുഖമുണ്ടെന്ന് തോന്നുന്നത് മറ്റുള്ളവർക്കാണോ? അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ദിനേശ, നിനക്കറിയാം, രമണിയടത്തയുടെ ഭർത്താവ് രാഘവേട്ടൻ മരിച്ചിട്ടിപ്പോൾ 4-5 വർഷമായി. പക്ഷേ ആ വീട്ടിലും പരിസരത്തും ചെല്ലുന്നവർക്ക് രാഘവേട്ടൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതായി തോന്നും. അവിടെ ചെന്നാൽ ആ ഉമ്മറത്തെ ചാരുകസേരയിൽ രാഘവേട്ടനുണ്ടെന്നേ ആർക്കും തോന്നും. ആ കസേരയുടെ കൈകളിൽ രാഘവേട്ടന് ഇഷ്ടപ്പെട്ട ഒരുപാട് പ്രിയപ്പെട്ട റേഡിയോയും ഉണ്ടാവും. രാഘവേട്ടൻ മരിച്ചെന്ന് രമണിയടുത്ത് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല.
എന്നും രാവിലെ രാഘവേട്ടനുള്ളതുപോലുള്ള പതിവ് രംഗെടുത്ത് എന്നും തുടരുന്നുണ്ട്. റേഡിയോയുടെ സൗണ്ട് കൂട്ടിയും കുറച്ചും രാഘവേട്ടനോടുമായി വഴക്ക് കൂടി പിന്നീട് ഇണങ്ങി പിണങ്ങിയും അങ്ങനെ 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 തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വഴക്കിട്ട് പിരിയുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പാഠമാണ് ഇവരുടെ ജീവിതം. മറ്റുള്ളവർക്ക് ഭ്രാന്തായി തോന്നിയേക്കാം. ഒറ്റപ്പെട്ടു പോയ അവരുടെ ജീവിതത്തിൽ തൻ്റെ ഓർമ്മകളിലൂടെ രാഘവേട്ടനെ പുനഃസൃഷ്ടിക്കുകയാണ് രമണയെടുത്തി. ഏകാന്തതയിൽ നിന്നുള്ളൊരു മോചനം അല്ലേ മെമ്പറേ? രാഘവേട്ടന്റെ റേഡിയോ നാടകം ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കണ്ണൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ കവിതാരചനാ മത്സരത്തിൻ്റെ ഫലപ്രഖ്യാപനം നടത്തുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഫലം പ്രഖ്യാപിക്കുന്നത്. 16 കവിതകളാണ് എനിക്ക് വായിക്കുവാൻ ലഭിച്ചിരിക്കുന്നത്. 16 സ്ത്രീപക്ഷ കവിതകൾ. വർത്തമാന കാലഘട്ടത്തിലെ നീറുന്ന സ്ത്രീകളുടെ ജീവിത പ്രശ്നങ്ങളെ, അവരുടെ നേരിനെ, നോവിനെ, കണ്ണീരിനെ, കിനാവിനെ ഒക്കെ തന്നെ കൃത്യമായിട്ടും രേഖപ്പെടുത്തുവാൻ കഴിഞ്ഞ സ്ത്രീ മനസ്സിൻ്റെ ഏറ്റവും ആകുലതയാർന്ന ചിത്രീകരണമായിട്ട് ഈ കവിതകളെ വിലയിരുത്തുകയാണ്. സ്ത്രീ എന്ന വിഷയം നൽകിയാണ് ഈ കവിതാ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. സ്ത്രീകളുടെ ജീവിത ദൈന്യതയാർന്ന ജീവിത അവസ്ഥകൾ തന്നെയാണ് 16 കവിതകളിലും അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. കവിതകൾ സാഹിത്യം എപ്പോഴും കാലഘട്ടത്തിന് നേരെ പിടിക്കുന്ന കണ്ണാടിയാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ഈ കവിതകളും അതേ രീതിയിൽ വർത്തമാന കാലഘട്ടത്തിൻ്റെ സ്ത്രീ മനസ്സുകളെ കൃത്യമായും അനാവരണം ചെയ്യുന്ന ഒരു രേഖാചിത്രമായിട്ട് മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. ശക്തമായ കാവ്യബിംബങ്ങൾ, പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ കാവ്യബിംബങ്ങൾ അവതരിപ്പിക്കുവാൻ കവികൾക്ക് സാധിച്ചിട്ടുണ്ട്. ബ്രൈറ്റ്നസ് കുറഞ്ഞ മൊബൈൽ സ്ക്രീനും പ്രഷർ കുക്കറും ആർത്തവം ആർത്തനാദമായിട്ട് മാറുന്നതും പേറ്റുനോവിൻ്റെ മരണമുഖവും അതുപോലെ തന്നെ താലിച്ചരട് കൊലക്കയറാകുന്നതും അടുക്കളയിൽ തിളയ്ക്കുന്ന കറിക്കൂട്ടുകളുടെ ഗന്ധവും വെന്തുപോയ ഉൾമനസ്സിൻ്റെ ഗന്ധവും ഒക്കെ തന്നെ പ്രതീകാത്മകമായ കാവ്യബിംബങ്ങളായിട്ട് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. തികച്ചും സ്ത്രീപക്ഷ കവിതകൾ എന്ന രീതിയിൽ ഈ കവിതകൾക്ക് എല്ലാം തന്നെ നല്ല പുതിയ കാലഘട്ടത്തിൻ്റെ അനുഭവ സത്തയുണ്ട് എന്ന് വിലയിരുത്തുകയാണ്. വരും നാളുകളിൽ ശക്തമായ കവിതകളുമായി മുന്നേറുവാൻ ഈ എഴുത്തുകാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് കോഡ് നമ്പർ 810 ആണ്. 2ാം സ്ഥാനം 816. 810 1ാം സ്ഥാനം, 816 2ാം സ്ഥാനം. നമസ്കാരം.
മാപ്പിളപ്പാട്ട് മത്സരത്തിലെ വിധികർത്താക്കൾ ഉദ്ധരിച്ച കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഇവിടെ സംപ്രേഷണം ചെയ്യുന്നു. മാപ്പിളപ്പാട്ട് മത്സരത്തിൽ മിക്ക കുട്ടികളും വളരെ നല്ല രീതിയിൽ ആലപിച്ചു. ശബ്ദമാധുര്യവും ആലാപന ശൈലിയും അവതരണ മികവും സ്ഫുടത കൊണ്ടും വളരെ മികച്ച പ്രകടനമാണ് ഒന്നാം സ്ഥാനം നേടിയ മത്സരാർത്ഥിയുടേത്. കുറവുകൾ എടുത്തു പറയാനില്ലെങ്കിലും മറ്റ് മത്സരാർത്ഥികളും ഒന്നിനൊന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. സവാദ്രവിൻ്റെ പ്രവാചക സ്നേഹം മാപ്പിളപ്പാട്ട് കവിയായ നാസർ മേച്ചേരി വിവരിക്കുന്നു. ഇശൽ 7-ാം ചേൽ കവിമുറുക്കത്തിൽ തുണ്ടുനീട്ട്. ഉരൈവായേ സവാദോരും ഉഷർമയുൾ മൊളിയായി ഉലകിലെ കതിരോനും ശങ്കേടുമൊളിയായി അരികോരും കരമുകിൽ കനത്ത പോൽ നിലയായി അരിശത്തിൽ സ്വിദ്ധിക്കുമർ അരിപുലി കലിയായി ബാറാലെത്തിരയൊത്തിടും ചിത്തമിൽ കത്തിടമുളവതിനാൽ ബാനം പുകളുറ്റ അഹമ്മദ് ദൂതരും അതിനിധി തുതിയതിനാൽ പോരിശരുത്തിടവേ സവാതെ ഉമൈകളും ഉള്ളതുമേ ഉങ്ങൾ സങ്കടം വിങ്കുവിരേ ഉരൈവായേ സവാദോരും ഉഷർമയുൾ മൊളിയായി ഉരത്തിടാം സഫിയുള്ള ഉദിമങ്കും നജിയുള്ള ഉരത്തിടാം സഫിയുള്ള ഉദിമങ്കും നജിയുള്ള ഉദവികൾ ഉദതിയായി ഉദിപ്പാക്കുമുതിയുള്ള ഉദിപ്പിടം ഉടയവൻ ഉങ്ങൾ കേകി ഹബീബുള്ള ഉങ്ങൾ തുതി തിങ്കൾ നിധി തങ്കൾ ബശമേ ഉന്നാമ്യതമുണ്ടാം അസ്വയുണ്ടാം തരമേ അണ്ടെ കൊണ്ടത് ബത്വനത്തിലൊത്തുമെ കുത്തി കടുമേൽ കടുകവെ അലാതുമെത്തി കൊടുമേൽ കഠിനമെ കെണ്ടരിൽ വിരുത്തി വിരുത്തി ചെണ്ടരിൽ തിരുത്തി ചെണ്ടത് ചൊരിന്താനേ ദുരിതം മൊളിന്താനേ ഘുഷിയാൽ ആകം താനേ ഉരൈവായേ സവാദോരും ഉഷർമയുൾ മൊളിയായി പരിശേറും നബിയുള്ള പതിമക്കം റസൂലുള്ള പരിശേറും നബിയുള്ള പതിമക്കം റസൂലുള്ള പാരിതൻ പിരിശത്തിൽ പുരാനിലു തുതിയുതി പുവനിയിൽ ഷജർ ഹജർ സലാം വിണ്ട പരൻ യാതി കണ്ടേ തണൽ കൊണ്ടേ അജബുണ്ടേ തുണയേ കങ്കുള്ളിത ചൊങ്കിൽ മധുരങ്കിൽ തണിയേ ദൂതൻ പകിട്ടിൽ ബദടുത്തിട നരികനിലെ ശമ്പി പകുത്തൻ കേട്ടുടനുടൻ പാത്തിടെ പുലമ്പി പൂമൽ കമിസുത്തുമധികമേ ബിരമ്പി ബിരമ്പി അൻപിയ മുമ്പരിൽ മുമ്പിൽ കമ്പം താനേ കിതഹും പിടിത്താനേ ചൊങ്കിൽ നീലന്താനേ ഉരൈവായേ സവാദോരും ഉഷർമയുൾ മൊളിയായി തിരുനാറ്റിൽ ഉറ്റൽ കേട്ട് തിരുത്വാഹ ചാറ്റിയും നിണ്ട് തിരുനാറ്റിൽ ഉറ്റൽ കേട്ട് തിരുത്വാഹ ചാറ്റിയും നിണ്ട് തുതുയുറ്റ തുയർത്തരുൾ കമിസൊത്തു കേറ്റി സവാദോരും ഇളിയാലെ അയർത്താപത്വൻ നോക്കി ചിത്തം കൊതിയൊത്തേ മധുവെത്തേ മനമേ ചന്തം പതർമുന്നും തുതിബന്ധം വിധമേ ചെമ്മെ യഥമിലകിത് അത് ചടുനമേ ചാട്ടി ഉദരമേ ശഫത്തുകൾ കൊതിത്തപ്പോൾ നീട്ടി ഉടലുടൻ ഉണ്മയാളാണ് തിട കേട്ടി മണത്ത് മൊത്തിടെ പെരുത്ത് തോത്തിരം കതിത്താനേ ചീമാൻ ഘോഷിത്താനേ മുതിർത്ത് മെത്തേ മുത്തര മദനും മതിത്താനേ ലംഘി ഉദിത്താനേ നേശം ആശകാനേ കുപത്ത് തോത്തിരമേത്തരം തീർത്ഥങ്കൂരത്താനേ നിത്യം തുതിത്താനേ ഉത്തേ അൽഹംദുലില്ലാ ഉത്തേ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ
കഥാപ്രസംഗത്തിൻ്റെ ജഡ്ജ്മെൻറ്റിൽ ഉദ്ധരിച്ച വാക്കുകൾ പ്രേക്ഷകർക്ക് വേണ്ടി ഇവിടെ സംപ്രേഷണം ചെയ്യുന്നു. ഒന്നാം സ്ഥാനത്തിന് എന്തുകൊണ്ടും അർഹത നേടിയ കഥ ദുരന്തങ്ങൾ അവസാനിക്കുന്നില്ല എന്ന കഥയാണ്. തഴക്കവും ഇരുത്തവും വന്ന കഥാകാരിയുടെ പ്രകടനമാണ് കാണാൻ കഴിഞ്ഞത്. കഥാകാരിക്ക് കഥാപ്രസംഗ കലയിൽ ശോഭനമായ ഭാവിയുണ്ട്. രണ്ടാം സ്ഥാനം ലഭിച്ചത് 100 സിംഹാസനങ്ങൾ എന്ന കഥയാണ്. സഹൃദയ സദസ്സിന് എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ. വിശ്വപ്രസിദ്ധനായ ആൻഡ്രൻ ചെക്കോവിന്റെ വികാര തീവ്രമായ ചെറുകഥയുടെ സ്വതന്ത്ര കഥാപ്രസംഗാവിഷ്കാരമാണിത്. കഥ ദുരന്തങ്ങൾ അവസാനിക്കുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധകാലം. ജർമ്മൻ നാസിപ്പട റഷ്യയുടെ ഹൃദയഭൂമിയിലൂടെ ടാങ്കുകളും പീരങ്കികളുമായി ജനപഥങ്ങളെ ചവിട്ടി അരച്ചു വരുന്ന കാലം. എങ്ങും യുദ്ധത്തിന്റെ ആരവങ്ങളും അട്ടഹാസങ്ങളും ആർത്തനാദങ്ങളും മാത്രം. ആളുകൾ, കുതിരകൾ, പീരങ്കികളുടെ ആരവം അവിടെ മുഴങ്ങി. ചടുലതയൊടു പടവാളുകൾ മിന്നി പടഹധ്വനിയിൽ നടുങ്ങി. ഉടലുകൾ തുണ്ടുകളായിട്ടൊഴുകി രുധിരപ്പുഴകളിൽ നീളേ. ഭീകരമായ യുദ്ധക്കളം റഷ്യയുടെ പട്ടാളക്കരുത്തിനെ അരിഞ്ഞ് ജർമ്മൻ ദുരഭിമാനത്തിന്റെയും മിഥ്യാദേശീയ ബോധത്തിന്റെയും വിജയക്കുതിപ്പ് തുടരുകയാണ്. പതരാത്ത ആത്മബോധത്തോടെ, അതിരറ്റ അർപ്പണ മനോഭാവത്തോടെ റഷ്യൻ സമരാവേശത്തിന്റെ ജീവനരമ്പുകൾക്ക് ഊർജം പകർന്നുകൊണ്ട് ഒരാൾ യുദ്ധഭൂമിയിൽ പൊരുതുകയാണ്. അയാളാണ് സ്റ്റെഫാൻ. ധീരനാണയാൾ, രണധീരനാണയാൾ, കരളുറച്ചു പൊരുതിടുന്ന സമരനായകൻ. ധീരനാണയാൾ, രണധീരനാണയാൾ, കരളുറച്ചു പൊരുതിടുന്ന സമരനായകൻ, സമരനായകൻ. സ്റ്റെഫാൻ, താങ്കളെ കുറിച്ച് ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. താങ്കൾ ഈ റഷ്യയുടെ വീരനായകനാണ്. ഈ ആത്മാർത്ഥതയ്ക്ക് ഞങ്ങൾ താങ്കൾക്ക് എന്താണ് പകരം തരേണ്ടത്? പട്ടാള മേധാവിയായ മിഖായേലിന്റെ വാക്കുകൾ. സർ, ഞാനൊരു റഷ്യക്കാരനാണ്. ജന്മഭൂമിയുടെ വിളികേട്ട് പൊരുതാൻ വന്ന റഷ്യക്കാരൻ. ഈ നാടിനു വേണ്ടി സന്തോഷത്തോടെ മരിക്കാൻ എന്നെ അനുവദിക്കണം. ധീരനാണയാൾ, രണധീരനാണയാൾ, കരളുറച്ചു പൊരുതിടുന്ന സമരനായകൻ, സമരനായകൻ. അതാ നാസിപ്പടയുടെ വിജയാരവം, മുറിവേറ്റവരുടെ ദീനരോധനങ്ങൾ. സ്റ്റെഫാൻ മുന്നോട്ട് കുതിച്ചു. അയാളുടെ പോരാട്ടവീര്യം മറ്റു പട്ടാളക്കാരും ഏറ്റെടുത്തു. ഘോരമായ യുദ്ധം. വെടിയൊച്ചകൾക്കിടയിലൂടെ കരവാളുകളുടെ മിന്നൽ പിണറുകൾ. സ്റ്റെഫാന്റെ കരുത്തിനു മുമ്പിൽ നാസിപ്പട അല്പമൊന്ന് പകച്ചു. എന്ത്? ജർമ്മൻ പടയ്ക്ക് തളർച്ചയോ? ഹിറ്റ്ലറുടെ നാട്ടുകാർക്ക് പരാജയമോ? പാടില്ല, പാടില്ല, കൊല്ല്, കൊന്നു കൊലവിളിക്ക്. പക്ഷേ റഷ്യൻ പടയുടെ അസാമാന്യമായ ചങ്കുറപ്പിന് മുമ്പിൽ ജർമ്മനിക്കാർ പതറിത്തുടങ്ങി. സ്വന്തം കൂടാരങ്ങളിലേക്ക് അവർക്ക് പിന്തിരിയേണ്ടി വന്നു. യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് ഒരു റഷ്യൻ മേൽക്കോയ്മ. സ്റ്റെഫാൻ, ഇത് താങ്കളുടെ വിജയമാണ്. അസാധാരണമായ മനക്കരുത്തിന്റെ വിജയം. അവർ വിജയം ആഘോഷിച്ചു തുടങ്ങി. അപ്പോഴാണ് അങ്ങോട്ട് ഒരു പട്ടാളക്കാരൻ കടന്നു വന്നത്. അയാളുടെ കയ്യിൽ ഒരു കുറിപ്പുണ്ടായിരുന്നു. അയാൾ അത് സ്റ്റെഫാനു നേരെ നീട്ടി. കുറിപ്പിലെ വാക്കുകളിലൂടെ കണ്ണോടിച്ചപ്പോൾ അയാൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. അലീന, തന്റെ പ്രിയപ്പെട്ടവൾ, അവൾക്ക് തന്നെ അവസാനമായി ഒരു നോക്ക് കാണണമെന്ന്. പൊള്ളുന്ന പനിക്കിടക്കയിൽ അവൾ തനിച്ചാണെന്ന്. ഇല്ല, ഞാൻ പോയിക്കൂടാ. ഈ സന്നിഗ്ധ ഘട്ടത്തിൽ എന്റെ ജന്മനാടിനെ വിട്ട് പ്രാണപ്രേയസിയുടെ അടുത്തേക്ക് പറ്റില്ല. ഈ സ്റ്റെഫാൻ അത് പറ്റില്ല. അലീനയുടെ മുഖം അയാളുടെ മനോമുഖരത്തിൽ തെളിഞ്ഞു വന്നു. കാണപ്പെടുന്ന മാലാഖ എന്റെ പ്രാണന്റെ തുണ്ടാണലീന. കാണാത്ത ദൂരത്ത്
കരളിലെ നിറദീപമാണലീന. അയാൾക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല. ഹിറ്റ്ലർക്കും നാസിപ്പടയ്ക്കുമിടയിൽ പൊരുതുന്ന ജന്മഭൂമി, പൊള്ളുന്ന പനിക്കിടക്കയിൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് തന്റെ പ്രാണപ്രേയസി അലീന. അയാളിലെ പട്ടാളക്കാരനും ഭർത്താവും പരസ്പരം ഏറ്റുമുട്ടി തുടങ്ങി. ഒരു നിമിഷം അയാൾ തീരുമാനിച്ചു, അലീനയെ കാണണം, കണ്ടേ പറ്റൂ. ഈ മുഖം കണ്ടെങ്കിലും മരിക്കാൻ അവളെ അനുവദിക്കണം. നോൺസെൻസ്! എന്ത് മണ്ടത്തരമാണ് മിസ്റ്റർ സ്റ്റെഫാൻ നിങ്ങൾ പറയുന്നത്? ഒരു പട്ടാള മേധാവി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് പോകാൻ അനുവാദം നൽകാൻ എനിക്ക് പറ്റില്ല. സർ, എനിക്ക് എന്റെ അലീനയെ ഒന്ന് കണ്ടാൽ മതി. താങ്കൾ ഒരു പട്ടാളക്കാരനാണ് മിസ്റ്റർ സ്റ്റെഫാൻ. 14 ദിവസം അങ്ങോട്ടേക്ക്, അവിടെ ഭാര്യയോടൊത്ത് 1-2 ദിവസം, വീണ്ടും 14 ദിവസം, ഒരു മാസം നിങ്ങളില്ലാത്ത റഷ്യൻ പട്ടാളം. ഞാൻ എങ്ങനെയാണ് സ്റ്റെഫാൻ താങ്കളെ പോകാൻ അനുവദിക്കേണ്ടത്? സ്റ്റെഫാൻ നിറത്തൂക്ക് കൈയെടുത്തു, മിഖായേലിന്റെ നെറ്റിത്തടത്തിൽ അമർത്തി. സർ, നിങ്ങളെ കൊന്നെങ്കിലും എനിക്ക് പോയേ പറ്റൂ. മിഖായേലിന് ആ സ്നേഹത്തിന് മുമ്പിൽ, ആ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ സമ്മതം മൂടേണ്ടി വന്നു. സ്റ്റെഫാൻ ഇല്ലാത്ത പട്ടാളത്തെ കുറിച്ച് അയാൾക്ക് സങ്കല്പിക്കാനേ വയ്യ. എങ്കിലും അയാൾ പകർന്നു കൊടുത്ത കരുത്ത് മാത്രം മതി ജർമ്മൻ സേനയെ തടുത്തു നിർത്താൻ. സ്റ്റെഫാൻ എല്ലാവരോടും യാത്ര പറഞ്ഞു. ജന്മനാട്ടിലേക്കുള്ള യാത്ര. തീവണ്ടിയുടെ ചൂളമെളിക്കൊപ്പം അയാൾ ഓർമ്മകളിലേക്ക് ഓർന്നു വീണു. അഴകുള്ളവളാണവൾ അലീന, അഴകുള്ളവളാണവൾ, മൊഴിയിൽ തേനുള്ളവൾ, മിഴിയിൽ മീനുള്ളവൾ, കവിളിൽ കണ്ണാടി പളുങ്കുള്ളവൾ, അവൾ കരളിൽ പ്രണയത്തിൻ ചിറകുള്ളവൾ. സ്റ്റെഫാനും അലീനയും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. നാട്ടുകാരും വീട്ടുകാരും കടുത്ത എതിർപ്പ്. പക്ഷേ ഈശ്വരൻ അവരെ ഒന്നിപ്പിച്ചു. അവരുടെ മനസ്സിന്റെ വിശുദ്ധി പോലെ ആ പ്രണയവല്ലരി പുഷ്പിച്ചു. ഈ ഇരട്ടക്കുട്ടികൾ ചന്ദ്രനെ പോലെ പ്രശോഭിക്കുന്ന 2 തങ്കക്കിടാങ്ങൾ. തിങ്കൾ കൊടി പോലെ, താമരപ്പൂവ് പോലെ, പതുക്കെ പതുക്കെ വീടല്ലേ. തങ്കക്കുടങ്ങൾ 2 തനി തങ്കക്കുടങ്ങൾ 2. കുഞ്ഞുങ്ങൾ പിച്ചുവെച്ച് തുടങ്ങിയപ്പോഴായിരുന്നു സ്റ്റെഫാന് ജന്മനാടിന്റെ വിളി വന്നത്. പട്ടാളക്കാരനാവാനുള്ള നിയോഗം. അയാൾ ഒന്ന് പകച്ചു. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ വിട്ട്, തന്റെ പ്രാണപ്രേയസിയെ വിട്ട്. പക്ഷേ അലീനയായിരുന്നു അന്ന് അയാൾക്ക് ധൈര്യം കൊടുത്തത്. ജന്മനാടിനു വേണ്ടി പൊരുതുന്ന ധീരജവാന്റെ ഭാര്യയാവാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. ആ അലീനയാണ് തന്നെ ഒരു നോക്ക് കാണണമെന്ന് ആവശ്യപ്പെടുന്നത്. തീവണ്ടി കിതച്ചു നിന്നു. സ്റ്റെഫാൻ ചിന്തയിൽ നിന്നുണർന്നു. കുതിരയേക്കാൾ വേഗത്തിലായിരുന്നു അയാൾ വീട്ടിലേക്ക് കുതിച്ചത്. അവിടെ കിടക്കയിൽ തളർന്നു കിടക്കുകയാണവൾ. അരികത്ത് തന്റെ തങ്കക്കുടങ്ങൾ. അയാൾ കുട്ടികളെ 2 കൈയിലും വാരിയെടുത്ത് തെരുതുരാ ഉമ്മ വെച്ചു. അയാളുടെ കണ്ണുകളിൽ നിന്നും നീർച്ചാലുകൾ ഒഴുകി. തീരെ തളർന്നു മെലിഞ്ഞൊര കൈയുകൾ വാരിപ്പുണരുവാൻ നീണ്ടു. ഏറിത്തളർന്നു കൊഴിഞ്ഞ മിഴികളിൽ നീർമണി മുത്തുകൾ കണ്ടു. വയ്യ വയ്യ. അയാൾ മുഖം പൊത്തി കരഞ്ഞു. അലീനയുടെ കുഴിഞ്ഞ കണ്ണുകൾ അയാളിൽ തുറച്ചു നിന്നു. ഒന്ന് ചിരിക്കാൻ പോലും കഴിയാതെ പ്രാണേശ്വരന്റെ മുഖത്തെ കുറ്റുനോക്കി. ആശ്വാസഗതി നിലച്ചു. സ്റ്റെഫാന്റെ പ്രിയപ്പെട്ട അലീന മരിച്ചു. അന്ത്യകർമ്മങ്ങൾ കഴിഞ്ഞു. തള്ളച്ചിറകിന്റെ ചൂട് നഷ്ടപ്പെട്ട കിളിക്കുഞ്ഞുങ്ങളെ തോളിൽ കിടത്തി അയാൾ തിരിച്ചു നടന്നു. പട്ടാളക്കാരനല്ലാത്ത 15 ദിവസങ്ങൾ. ജന്മഭൂമിയുടെ ഹൃദയത്തിലൂടെ ജർമ്മൻ പട്ടാളം തേർവാഴ്ച നടത്തുകയാണ്.
എത്രയും പെട്ടെന്ന് യുദ്ധഭൂമിയിലെത്തണം. തോളിൽ കിടക്കുന്ന കുട്ടികളുടെ അച്ഛനാവാൻ അയാൾ മറന്നുപോയിരുന്നു. അയാൾ തീവണ്ടി ആപ്പീസിലെത്തി. തീവണ്ടി പാളങ്ങളിലൂടെ കുതിച്ചു തുടങ്ങി. കിതച്ചു നിൽക്കാതങ്ങനെ അങ്ങനെ കുതിച്ചു പാഞ്ഞു തീവണ്ടി. ഇരവുകൾ പകലുകൾ ഇഴഞ്ഞു നീങ്ങി വിധി വിളയാടൽ തുടങ്ങി. യാത്രയുടെ 5-ാം ദിവസം കുട്ടികൾ അയാളോടും ആ തീവണ്ടി യാത്രയോടും പൊരുത്തപ്പെട്ടു തുടങ്ങിയതായിരുന്നു. പക്ഷേ പൊള്ളുന്ന പനി അവരിൽ ഒരാളെ പിടികൂടി. യാത്രക്കിടയിൽ എങ്ങനെ വൈദ്യസഹായം എത്തിക്കും? കറുത്ത കമ്പിളിപ്പുതപ്പിൽ പിച്ചും പേയും പറഞ്ഞ് അവൻ ഞെരുങ്ങുന്നത് കണ്ടപ്പോൾ അയാൾ നിസ്സഹായനായി. ലെനിൻഗ്രാഡിനെ ലക്ഷ്യമാക്കി നീങ്ങുന്ന ജർമ്മൻ പട്ടാളത്തിന്റെ കഥകളായിരുന്നു തീവണ്ടി യാത്രക്കാർക്ക് പറയാനുണ്ടായിരുന്നത്. വീണ്ടും 4 ദിവസം കൂടി. കുട്ടിയുടെ പനി കൂടിക്കൂടി വന്നു. ഒടുക്കം യാത്രയുടെ 10-ാം ദിവസം ഇരുട്ട് പരന്നപ്പോൾ അത് സംഭവിച്ചു. പനി ബാധിച്ച് സ്റ്റെഫാൻ എന്ന പട്ടാളക്കാരന്റെ ഇരട്ട കുട്ടികളിൽ ഒന്ന് മരിച്ചു. ആ രാജ്യസ്നേഹിയെ പിന്നെയും പിന്നെയും തീരാ ദുരന്തങ്ങൾ പിന്തുടർന്നു. കണ്ടു കൊതി തീർന്നിട്ടില്ല, അപ്പോഴേക്കും കൊണ്ടുപോയില്ലേ നീ? ജനം എവിടെ സംസ്കരിക്കും? യുദ്ധഭൂമിയിൽ എത്തണമെങ്കിൽ ഇനിയും 5 ദിവസം കൂടി വേണം. ഈശ്വര, എന്ത് ചെയ്യും? അയാളിലെ പട്ടാളക്കാരൻ ഉണർന്നു. അയാൾ കമ്പിളിക്കിട്ടിൽ നിന്നും കുഞ്ഞിനെ എടുത്ത് വോൾഗ നദിയിലേക്ക് ഒഴുക്കി. ഓളങ്ങളാ കുഞ്ഞു ജീവനെ കൈന്തിട്ടാഴത്തിലേക്കെങ്ങോ കൊണ്ടുപോയി. അവിടെ അഗാധഗർഭങ്ങളിൽ കൂട്ടായി അമ്മ അലീനയുണ്ടായിരിക്കാം. അമ്മ അലീനയുണ്ടായിരിക്കാം. പാളത്തിലൂടെ കുതിച്ചു പായുന്ന തീവണ്ടി ദുരന്ത വാർത്തകൾക്ക് ചെവി കൊടുത്തില്ല. അടർന്നു വീണ കണ്ണീർ തുള്ളികൾ തുടച്ച് അയാൾ ഇരിപ്പിടത്തിലേക്ക് ചെന്ന് കമ്പിളിക്കെട്ടിനകത്ത് ഒന്നും അറിയാതെ ഉറങ്ങിക്കിടക്കുന്ന അയാളുടെ മറ്റേ കുട്ടിയെ കയ്യിലെടുത്ത് തിരുതുരാ ഉമ്മ വെച്ചു. എന്താണ് തന്റെ കുഞ്ഞിന്റെ ശരീരത്തിന് ഒരു തണുപ്പ്? ഈശ്വരാ, ഞാൻ വോൾഗ നദിക്ക് കൊടുത്തത് എന്റെ ജീവനുള്ള കുഞ്ഞിനെയായിരുന്നു. അതെ, അയാൾ വോൾഗ നദിക്ക് കൊടുത്തത് ഒന്നും അറിയാതെ ഉറങ്ങിക്കിടന്നിരുന്ന അയാളുടെ ജീവനുള്ള കുഞ്ഞിനെയായിരുന്നു. ജന്മനാടിനോടുള്ള അടങ്ങാത്ത സ്നേഹവും ആദരവും അയാളിലെ പിതാവിനെ തോൽപ്പിച്ചു കളഞ്ഞു. തീവണ്ടി കിതച്ചു നിന്നു. ഒന്നും സംഭവിക്കാത്ത പോലെ അയാൾ യുദ്ധഭൂമിയിലേക്ക് നടന്നു. ധീരനാണയാൾ, രണധീരനാണയാൾ, കരളുറച്ചു പൊരുതിടുന്ന സമരനായകൻ, സമരനായകൻ. ധീരനാണയാൾ, രണധീരനാണയാൾ, കരളുറച്ചു പൊരുതിടുന്ന സമരനായകൻ, സമരനായകൻ. നന്ദി, നമസ്കാരം. കുറുപ്പന്മാരുടെ തിരുവൊഴിച്ചൽ പാട്ട്. Bye.
ചിതറിന പൂപ്പടയ്ക്കൽ പ്രജോടു നിലകൊൾ ഉത്സവം കൊണ്ടേ ഉത്സവത്തെ അടിച്ചൊടിച്ച കല 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 വന്നായോ കാലമാടാ വന്നായോ കാലമട വരായോ ദേശായോ കാലമട വന്നായോ കാലമട വരായോ ദേശായോ കാലമട കാലമട വരുമ്പോഴേ കാലമട വരുമ്പോഴേ എല്ലാം മടയാണോ വരുമ്പോഴേ വരുമ്പോഴേ കാലമട വരുമ്പോഴേ വരിക പുള്ളിമാട പുള്ളിമാട ഉണ്ടടിക കാലമാട വരിക പുള്ളിമാട ഉണ്ടടിക കാലമാട ഞങ്ങളെല്ലാം കാലമാട ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാം